നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും എങ്ങനെ നമ്മുടെ ഓർമ്മയായി മാറുന്നു? നമ്മുടെ തലച്ചോറിൽ ഒരു മെമ്മറി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. ഒരു പുതിയ കാര്യം നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ കണ്ണുകളിൽ നിന്നും ചെവികളിൽ നിന്നുമുള്ള വിവരങ്ങൾ നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലെത്തുന്നു. അവിടെ ഈ വിവരങ്ങൾ ആദ്യം പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. ഒരു അനുഭവം പ്രധാനപ്പെട്ടതാണെന്ന് തലച്ചോർ തിരിച്ചറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ ശക്തമായി പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. ഈ പ്രക്രിയയിൽ ഹിപ്പോകാമ്പസ് എന്ന തലച്ചോറിന്റെ ഭാഗത്തിന് പ്രധാന പങ്കുണ്ട്. പുതിയ ഓർമ്മകൾ രൂപപ്പെടുമ്പോൾ തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിനെ ന്യൂറൽ കണക്ഷനുകളുടെ ശക്തിപ്പെടൽ എന്ന് ലളിതമായി പറയാം. ഒരു വിവരം പലതവണ പഠിക്കുകയോ ഓർത്തെടുക്കുകയോ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂറൽ കണക്ഷനുകൾ കൂടുതൽ ശക്തമാകാം. അങ്ങനെ ഒരു ഓർമ്മ കാലക്രമേണ കൂടുതൽ സ്ഥിരത നേടുന്നു. ഉറക്കത്തിനും ഓർമ്മയുടെ രൂപീകരണത്തിൽ വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് പഠിച്ച വിവരങ്ങളെ ക്രമീകരിക്കാനും ഓർമ്മ ശക്തിപ്പെടുത്താനും മതിയായ ഉറക്കം സഹായിക്കുന്നു. പഠനം, ആവർത്തനം, നല്ല ഉറക്കം, ആരോഗ്യകരമായ ജീവിതശൈലി ഇവയെല്ലാം നമ്മുടെ ഓർമ്മശക്തിയെ പിന്തുണയ്ക്കുന്നു. നിങ്ങളുടെ തലച്ചോറിനെ സംരക്ഷിക്കൂ, നിങ്ങളുടെ ഓർമ്മകളെയും സംരക്ഷിക്കൂ.